എന്താണ് ഈ ഹോട്ടലിൽ ഇയാൾക്ക് കാര്യം? അതും 2018, അതായത് സ്വപ്നയുമായി നേരത്തെ തന്നെ അനിൽ നമ്പ്യാരിന് ബന്ധമുണ്ടെന്ന് ചുരുക്കം. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നമ്മുടെ സ്വപ്ന സുരേഷുമായി കൂടിക്കാഴ്ച നടത്തി. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് സ്വപ്ന സുരേഷ് തന്നെ നൽകിയ മൊഴി വ്യക്തമാക്കുന്നത്. ഇത് ഖാദർ കരിപ്പൊടി പറയുന്നതല്ല കേട്ടോ. ഹോട്ടലിൽ, അതും നമ്മുടെ സ്വപ്ന സുരേഷുമായി. എന്താ പ്രശ്നം? ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഇരുന്ന് സംസാരിച്ചൂടെ? സംസാരിക്കാൻ കേട്ടോ. രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്ത ഒരാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? രാജ്യദ്രോഹത്തിനെതിരെ സംസാരിക്കുന്ന അനിൽ നമ്പ്യാരാണ് ഈ സംസാരിച്ച വ്യക്തി. ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ? പറഞ്ഞു തരാം. സ്വപ്ന സുരേഷിൻ്റെ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ജനം ടി വിയുടെ വാർത്താ തലവനായിട്ടുള്ള അനിൽ നമ്പ്യാരും കേസിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന BJP പാളയത്തെ ആശങ്കയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഖാദർ കരിപ്പൊടി പറയുന്നതല്ല കേട്ടോ. മനോരമ വളരെ വ്യക്തമായി ഇന്ന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു തരാം. അതായത് അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: സ്വർണം പിടിച്ച ശേഷം വിളിച്ചത് മാധ്യമപ്രവർത്തകനെന്ന് സ്വപ്ന. അതായത് സ്വർണം പിടിച്ചതിന് ശേഷം തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചു. സ്വർണ്ണക്കടത്ത് പിടിച്ച ശേഷം തിരുവനന്തപുരത്തെ ഒരു ദൃശ്യ മാധ്യമ പ്രവർത്തകൻ വിളിച്ചിരുന്നെന്നും പിടിച്ചത് നയതന്ത്ര പാഴ്സലല്ല, വ്യക്തിപരമായ ബാഗേജ് ആണെന്നും UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയാൽ മതിയെന്ന് ഈ വിളിച്ച മാധ്യമ പ്രവർത്തകൻ സ്വപ്നയോട് നിർദ്ദേശിച്ചു എന്നാണ് സ്വപ്ന നൽകിയ മൊഴി. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് സ്വപ്നയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപദേശം നൽകിയെന്ന് ചുരുക്കം. അതായത് കേസിലെ പ്രതിപട്ടികയിലേക്ക് അനിൽ നമ്പ്യാർ വരാനുള്ള സാധ്യതകൾ ഏറെയെന്ന് ചുരുക്കം. ഇനി ഇത് മാത്രമാണോ അനിൽ നമ്പ്യാരുമായിട്ടുള്ള സ്വപ്നയുടെ ബന്ധം? അല്ല, ഒരു ഹോട്ടലിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, സ്വപ്ന തന്നെ പറയുകയാണ്. നമുക്ക് നോക്കാം. 2018 തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ വഴി UAEയുമായി നല്ല ബന്ധമുണ്ടാക്കാൻ BJPയെ സഹായിക്കണമെന്ന് ഈ മാധ്യമ പ്രവർത്തകൻ ആവശ്യപ്പെട്ടു എന്ന് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നു. അപ്പോൾ അനിൽ നമ്പ്യാരുടെ ബന്ധം ഇവിടെ പരസ്യമായിരിക്കുകയാണ്. BJPക്ക് സ്വർണ്ണക്കടത്തിലുള്ള റോള് വളരെ വ്യക്തമായി അനിൽ നമ്പ്യാരിലൂടെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഹോട്ടലിൽ പോയി കാണുന്നു, സ്വർണം പിടിച്ച സമയത്ത് ഉപദേശം നൽകുന്നു, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നൽകുന്നു, BJPയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് സ്വപ്നയെ ക്ഷണിക്കുന്നു, തിരിച്ചും ഒരു ബന്ധമുണ്ടാക്കാൻ സ്വപ്നയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുണ്ട് എൻ്റെ ദൈവമേ! പറഞ്ഞു വരുന്നത് അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയെക്കുറിച്ച് തന്നെയാണ്. സ്വർണ്ണക്കടത്തിനെതിരെ വാതോരാതെ സംസാരിച്ച അനിൽ നമ്പ്യാരും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിൽ വരിക എന്ന് പറയുന്നതിനേക്കാൾ വലിയ നാണക്കേടൊന്നും ജനം TVക്ക് വേറെയില്ല. നാൾക്ക് 40 വട്ടം രാജ്യദ്രോഹത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അനിൽ നമ്പ്യാരും കൂട്ടരും രാജ്യദ്രോഹ കേസിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ സ്വാധീനം തന്നെ നടന്നേക്കാം. പക്ഷേ എന്ത് നടന്നു കഴിഞ്ഞാലും രാജ്യദ്രോഹ കേസിലകത്തായിട്ടുള്ള സ്വപ്ന സുരേഷ് പറയുന്നത് തന്നെ അനിൽ നമ്പ്യാർ സഹായിച്ചു എന്നുള്ളതാണ്. അനിൽ നമ്പ്യാരെ കസ്റ്റംസ് കൃത്യമായി ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും പുറത്തു വരും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ അനിൽ നമ്പ്യാരിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത്ര വലിയ അടുപ്പമൊന്നുമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഒരു രാജ്യദ്രോഹ കേസിലും പെടാത്തത് കൊണ്ടും ആത്മാഭിമാനത്തോടെ പറയുന്നു, രാജ്യദ്രോഹികളെ സഹായിച്ചവർ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്ത് പോകണമെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.